സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ഓരോ ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, അങ്ങേ പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ ചുംബിക്കുന്നേ യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് നിങ്ങൾക്കുള്ള വചനം 42 സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും ഒന്ന് ശ്രദ്ധിച്ചേ. എന്റെ ദൈവമേ, എന്റെ ആത്മാവെന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാൽ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇഴച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നു പോകുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് വിഷാദിച്ചിരിക്കുന്നു. കർത്താവോട് പറയുകയാണ്, എൻ്റെ പ്രശ്നം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങേ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിനകത്ത് പ്രശ്നമുള്ളപ്പം പ്രശ്നങ്ങളെ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയല്ല, ഞാൻ നിന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ ഈ പ്രശ്നങ്ങളെയാണ് അധികം ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, പ്രശ്നങ്ങൾ ഒത്തിരി വലുതാകും. ദാവീദ് ഒരിക്കൽ പറഞ്ഞിരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എൻ്റെ ദൈവത്തെ വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രശ്നങ്ങളെയാണോ നിങ്ങൾ മുമ്പിൽ വെച്ചിരിക്കുന്നത്? പ്രതിസന്ധികളെയാണോ നിങ്ങൾ മുമ്പിൽ വെച്ചിരിക്കുന്നത്? അതോ ദൈവത്തെയാണോ വെച്ചിരിക്കുന്നത്? എൻ്റെ പ്രശ്നങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ ഇരിക്കുകയല്ല, ഞാൻ നിന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ അലട്ടുന്ന, വ്യാകുലപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന ആ ചിന്തകളെ ഓർത്തുകൊണ്ടിരിക്കാതെ ദൈവത്തെ ഓർത്തേ. ആമേൻ. നിങ്ങൾ ചിന്തകളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നിട്ട് നിങ്ങൾക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല. സത്യമായിട്ട് നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും കാര്യങ്ങൾ നടക്കത്തുമില്ല. ഭയപ്പെടുന്നതിൻ്റെ 100% നടക്കത്തില്ല. നമ്മൾ വെറുതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ദൈവത്തെ ഓർക്ക്, ദൈവത്തിൻ്റെ വചനത്തെ ഓർക്ക്. ഇതൊരു ഗ്യാരണ്ടി ആയി പറയുന്ന ദൈവശബ്ദമാണ്. നിങ്ങൾ ഭയപ്പെടുന്ന പോലെ ഒന്നുമല്ല സംഭവിക്കുന്നത്. ദൈവം അതിൻ്റെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഈ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ആത്മാവ് വിഷാദിച്ചിരിക്കുകയാണ്, പക്ഷേ ഞാൻ നിന്നെ ഓർത്തുകൊണ്ടിരിക്കുക. ഇതിന് തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന വാക്കിതാണ്, ഞാൻ നിന്റെ അടുക്കിലേക്ക് വരാൻ കൊതിക്കുന്നു. അതിന് അദ്ദേഹം ഉപമാനമായി പറയുന്നത്, ഒരു മാൻ വെള്ളത്തിന് വേണ്ടി ദാഹത്തോടെ വരുന്നതാണ്. മാനിനറിയാം ഈ യാത്രയിൽ ഒത്തിരി ഘോരമൃഗങ്ങളുണ്ടെന്ന്. താൻ കുടിക്കാൻ ചെല്ലുന്ന ആ വലിയ തടാകത്തിനകത്തും ഘോരമായ തൻ്റെ ജീവനെ അപഹരിക്കുന്ന ചിലതുണ്ടെന്നും അറിയാം. പക്ഷേ ദാഹം അകത്ത് കയറുമ്പോൾ ഇത് മുഴുവൻ തന്നെ വിട്ടു മാറുകയാണ്, അതിലേക്ക് ഓടുകയാണ്. സ്തോത്രം. നമ്മുടെ ലക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തെ പല ഭയത്തെയും അതിജീവിക്കുന്നത്.
സഹോദര, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ല നിങ്ങൾ പറയേണ്ടത്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഈ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ലക്ഷ്യം ദൈവത്തെ കിട്ടാനുള്ള ദാഹമാണ്. സ്തോത്രം. ഞാൻ ആ ദാഹമായിട്ട് നിൽക്കുമ്പം എൻ്റെ സർക്കിളുള്ളവരെല്ലാവരും പറഞ്ഞു, നിന്റെ ദൈവം എവിടെ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കാൻ തുടങ്ങി. അത് രാവും പകലും എൻ്റെ കണ്ണുനീരും ആയി തീർന്നു, അതിൻ്റെ ആഹാരമായി തീർന്നു. അപ്പൊ അദ്ദേഹത്തെ ബാധിക്കുന്ന മുഴുവൻ സ്പിരിച്വലായിട്ടുള്ള വിഷയങ്ങളാണ്, ദൈവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു, ദൈവത്തെ കിട്ടാൻ കൊതിച്ചു. പക്ഷേ അത് ലഭിക്കാതെ വരുമ്പോഴും അദ്ദേഹം ഓർത്തോണ്ടിരിക്കുക. പക്ഷെ നമ്മൾ വായിച്ച വചനം ഇങ്ങനെയാണ്. സ്തോത്രം. യഹോ അമേൻ. ആ വചനം, നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ഒഴിക്കുന്നു. നമ്മുടെ അകത്തുള്ള ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആഴം, ദൈവത്തെ കിട്ടാനുള്ള ദാഹത്തിൻ്റെ ആഴം, അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊടുന്നേ. ദൈവവുമായി ഫേസ് ടു ഫേസ്, ഹാർട്ട് ടു ഹാർട്ടായി. പിന്നെന്താ? ആത്മാവുമായി ഒരു ബന്ധം ദൈവം നമുക്ക് തരികയാണ്. ആമേൻ. കർത്താവ് അവിടെ ഒരു വലിയ കാര്യം ചെയ്യും. ഹൃദയവും ആത്മാവും തമ്മിൽ ഒരുമിച്ചപ്പോൾ നടന്നൊരു കാര്യം ഇവിടെ പറയുകയാണ്, നിന്റെ ഓളങ്ങളും തിരമാലകളും എൻ്റെ മീതെ കവിഞ്ഞൊഴുകി എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിച്ചത് കുറച്ച് വെള്ളമാണ്, പക്ഷെ തന്നതൊരു കടലാണ്. എൻ്റെ ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചോളൂ. നമ്മുടെ ദാഹത്തിന് ഒത്തവണ്ണം നദിയെ തുറന്നു തരുന്നവനല്ല, നമ്മുടെ ദാഹത്തിന് ഒത്തവണ്ണം അതിനി 1000 തലമുറയ്ക്ക് കൊടുക്കത്തക്കവണ്ണം കൊടുക്കുന്ന നിലയിലുള്ള കടൽ നമുക്ക് തരുവൻ. ഏതെങ്കിലും 2 പേർക്ക് വേണ്ടി ഒരു നദി ഉത്ഭവിപ്പിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വലിയ കാര്യമാണ് കേട്ടോ. ഞാൻ നിങ്ങളെ ബലപ്പെടുത്തുന്നു. ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു കടൽ കൊടുക്കുന്ന ദൈവം നിങ്ങൾ പ്രാർത്ഥിച്ചതിനേക്കാൾ, കൊതിച്ചതിനേക്കാൾ, ദാഹിച്ചതിനേക്കാൾ ഏറെ ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. യേശുവേ, ഞങ്ങൾ ഇന്ന് രാവിലെ സമയം അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. കർത്താവെ, അങ്ങ് കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു മാൻ കർത്താവെ നീർത്തോടിനായി ദാഹിക്കുന്നത് പോലെ ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിലും പ്രശ്നങ്ങളെ ഓർക്കാതെ അങ്ങേക്ക് വേണ്ടിയുള്ളൊരു ദാഹം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, കർത്താവിനെ എപ്പോഴും സ്നേഹിപ്പാൻ, എപ്പോഴും കർത്താവിനെ ദാഹിക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. യേശു തന്നെ ഞങ്ങളുടെ ദാഹവും വിശപ്പുമായി മാറട്ടെ. കർത്താവെ, യേശുപ്പ, കർത്താവെ, അല്പം ചോദിക്കുമ്പോൾ വളരെ അധികമായി അത്യന്തം ബലമായി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ ഹൃദയം കർത്താവെ അങ്ങയുടെ ഹൃദയത്തെ തൊടുന്ന അളവിലേക്ക്, ഒരു ആത്മബന്ധത്തിലേക്ക് അങ്ങ് ഞങ്ങളെ നയിക്കണമേ. ലക്ഷ്യബോധമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. യേശു തന്നെ ഞങ്ങളുടെ ലക്ഷ്യമാക്കി മാറ്റണമേ. ദൈവത്തിൻ്റെ ഹൃദയത്തെ കർത്താവ് സ്പർശിക്കുന്നത് തന്നെ ഞങ്ങളുടെ ലക്ഷ്യമാക്കി മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ യേശുവിനെ ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്നതിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless you. ഇന്നത്തെ വചനം പോലെ തന്നെ നിങ്ങളുടെ ദാഹത്തിനപ്പുറം അനേക തലമുറകൾ കൊടുക്കുവാൻ അനുഗ്രഹങ്ങളും നന്മകളും അഭിഷേകവും ദൈവം തരാൻ പോകുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ഈ പ്രഭാതത്തിൽ അവരെ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹമാക്കി മാറ്റുന്നു. ദൈവ നന്മകളാൽ അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, ഉയർച്ചകൾ തന്നെ പ്രാപിക്കട്ടെ. ഉയർത്തുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെയും വളരെ സമാധാനത്തോടും കൂടെ ചെയ്യുക. കർത്താവ് ഇമ്മാനുവേൽ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനകളെ ഞങ്ങളെ അറിയിക്കുക. ഗോഡ് ബ്ലെസ് യു. ശലോം.